വ്യാജവാർത്ത നൽകിയതിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിയമ നടപടികളുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകുന്നതിന് മുന്നോടിയായി വക്കീൽ നോട്ടീസ് അയച്ചു. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വ്യാജവാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതിലാണ് നടപടി. വാർത്തകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷും റിപ്പോർട്ടർ ടിവിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. റിപ്പോർട്ടർ ടിവി ഉടമ ആൻഡോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, സുജിയ പാർവതി, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് TV പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വക്കീൽ നോട്ടീസ് അയച്ചത്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വ്യാജവാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. നേരത്തെ തന്നെ തനിക്ക് കമ്പനിയുമായും ഭൂമി ഇടപാടുമായും യാതൊരു ബന്ധവുമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന് ഭൂമി ഇടപാടിൽ ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിട്ട് രാഷ്ട്രീയ അജണ്ടയോടെ നൽകിയ വാർത്തകൾക്കെതിരെയാണ് നിയമ നടപടികൾ BJP ആരംഭിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ടീമിന് പുറമെ കർണാടകയിലെ അഭിഭാഷകനായ KN ജഗദീഷ് കുമാറിനെതിരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് അവമതിപ്പുണ്ടാക്കി എന്ന പേരിൽ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു. പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർക്ക് മാനഹാനി ഉണ്ടാക്കാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി അദ്ദേഹത്തിന് അവമതിപ്പും അപമാനവും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്തതിനെതിരെ പാർട്ടിയുടെ പ്രവർത്തകരെ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ TV BJP അധ്യക്ഷനെതിരെ ചെയ്ത മുഴുവൻ വാർത്തകളും 7 ദിവസത്തിനകം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.